നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരുന്നു. എന്താണ് ബുക്ക് കീപ്പിംഗ്, എന്താണ് അക്കൗണ്ടിങ്, ഇത് എവിടെയാണ് തുടങ്ങിയത്, അക്കൗണ്ട്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബുക്ക് കീപ്പിങ്ങിനകത്ത് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളോട് ആദ്യം ചേർന്ന് വരുന്നതാണ് അക്കൗണ്ടിങ്, രണ്ടിന്റെയും ഡെഫിനിഷനൊക്കെ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മയുണ്ട് എന്നുള്ള ധാരണയിലാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നത്. കാരണം ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, ബിസിനസ് എടുക്കുന്ന ട്രാൻസാക്ഷൻസ് ഒരു കൂട്ടം പുസ്തകത്തിനകത്ത് നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി എഴുതി സൂക്ഷിക്കുന്നതാണ് ബുക്ക് കീപ്പിംഗ്. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതി സൂക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ അതിൽ നമുക്ക് സാധാരണഗതിയിൽ അക്കൗണ്ടിങ്ങിന്റെ ട്രയൽ ബാലൻസ് എടുക്കുന്നതിനുള്ള കാര്യങ്ങളാണ് സാധാരണഗതിയിൽ വരിക. അതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിങ് തീരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, നമ്മൾ അന്ന് പറഞ്ഞു, ഒന്നെന്താണ് അതിന്റെ ബിഗിനിങ് സ്റ്റേജ് ആണ്, ഒന്നെന്ന് പറയുന്നത് അതിന്റെ ഹയർ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ അതിന്റെ ഹയർ പ്രിൻസിപ്പിൾസിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്നുള്ള രീതിയിൽ പഠിക്കുന്നത്. അപ്പൊ അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ നമ്മൾ ബുക്ക് കീപ്പിംഗിന്റെ കാര്യങ്ങൾ ചേർത്ത് വെച്ച് പഠിച്ചു പോവുകയാണ്. ഇത് നമ്മുടെ മനസ്സിലിരിക്കണം. പിന്നീട് നമ്മളിവിടെ പറയുന്നത് ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ട് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ആ പറയുന്ന അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞപ്പോ തന്നെ ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ ഒരു സൂചന നൽകിയാണ് ഞാൻ പോയത്. അപ്പൊ പഠിക്കാനുള്ള കാര്യത്തിൽ നമുക്കൊരു എളുപ്പം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു പോയത്. ഫീച്ചേഴ്സിനെ ഞാൻ ഇങ്ങനെ വളരെ ചുരുക്കി ഒരു 3 തിരിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്, 3 നമുക്ക് തിരിച്ചു പറയാം. പ്രധാനമായിട്ടും അതിന്റെ സവിശേഷതകൾ, അക്കൗണ്ടിങ്ങിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് 3 കാര്യങ്ങളായിട്ട് പറയാം. ഒന്നെന്ന് പറയുന്നത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവന്റ്സ്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവന്റ്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ബിസിനസ് നടക്കുന്ന ഈവന്റ്സ്, ഒരു ബിസിനസ് നടക്കുന്ന സംഭവങ്ങൾ, അത് ഞാൻ സൂചിപ്പിച്ചു. സംഭവങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ല, ഓർമ്മയുണ്ടാവും. ഇപ്പൊ അവിടെ നടക്കുന്ന ഒരു ആള് മരിച്ചു, അവിടെ ഒരു സ്ട്രൈക്ക് നടന്നു, ഇതൊക്കെ നമുക്ക് മണിയിൽ പറയാൻ പറ്റില്ല, പണത്തിൽ പറയാൻ പറ്റില്ല. അപ്പോൾ മണിയിൽ പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ ഈവന്റ്സും നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ല. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, അതിന് എക്കണോമിക് ഈവന്റ്സ് മാത്രമേ ഞാൻ റെക്കോർഡ് ചെയ്യൂ എന്ന് പറഞ്ഞു. അതായത് മോണിറ്ററി ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ, റെക്കോർഡ് ചെയ്യൂ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആദ്യത്തെ സവിശേഷത എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ്. ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് തന്നെ വളരെ എളുപ്പത്തിൽ ട്രാൻസാക്ഷൻ പറഞ്ഞു. എന്താണ്? ഒരു ബിസിനസ് നടക്കുന്ന 3 കാര്യങ്ങൾ, ഒരു ബിസിനസ് നടക്കുന്ന 3 കാര്യങ്ങളാണ് ട്രാൻസാക്ഷൻ. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? ബൈ, സാധനങ്ങൾ വാങ്ങിക്കുക, വാങ്ങിയ സാധനങ്ങൾ സെല്ലിംഗ്, വിൽക്കുക, പിന്നീട് എക്സ്ചേഞ്ച് ഓഫ് മണി, ധനപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൈമാറ്റം ചെയ്യുക. ഇതിനു വേണ്ടി സർവീസിനോ മറ്റോ വേണ്ടി. ഇത് മാത്രമേ ഉള്ളൂ കാര്യം. അപ്പൊ 3 കാര്യങ്ങളെ നമുക്ക് ട്രാൻസാക്ഷൻ ആയിട്ട് പറയാം. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ബൈ, സാധനങ്ങൾ വാങ്ങിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആ ബിസിനസ്സിലേക്ക് വാങ്ങിക്കുക, സെയിൽസ് നടത്തുക, സേവനം വാങ്ങിച്ചിട്ടോ സേവനം നൽകിയിട്ടോ പണമോ മറ്റോ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുക. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻ. അപ്പൊ ഈ 3 ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഈ ട്രാൻസാക്ഷൻ നമുക്ക് വീണ്ടും പറയാം, നമുക്ക് ഈവന്റ്സ്. അപ്പൊ ഈവന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം സംഭവങ്ങളാണ്, ബിസിനസ് നടക്കുന്ന ഓരോരോ ഹാപ്പനിങ്സ് ആണ്, ഓരോരോ സംഭവങ്ങളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ബിസിനസ് നമ്മളെടുത്ത് കണക്കെഴുതുമ്പോ അവിടെ ഒരു മുട്ടുസൂചി നമ്മൾ മേടിച്ചാലും നമ്മൾ കണക്കെഴുതി വെക്കും. ചിലപ്പോൾ അത് 10 പൈസ ആയിരിക്കാം, പക്ഷെ അത് നമ്മുടെ കണക്കിനകത്ത് നമ്മൾ രേഖപ്പെടുത്തും. അല്ലെങ്കിൽ 2 രൂപയുടെ സ്റ്റാമ്പ് നമ്മൾ മേടിച്ചു, നമ്മൾ അത് റെക്കോർഡ് ചെയ്യും. പക്ഷെ ഒരു സ്ട്രൈക്ക് വന്ന് ആ സ്ഥാപനം പൂട്ടിപ്പോയാൽ സ്ട്രൈക്ക് എത്ര രൂപയ്ക്ക് നടന്നു നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, അത് റെക്കോർഡ് ചെയ്യില്ല. അതിന്റെ ഒരു ഡ്രാബാക്കും അതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ട്രാൻസാക്ഷൻസ് ഈവന്റ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോഴും നമ്മൾ പറഞ്ഞു വന്നത് ബിസിനസ് നടക്കുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഈവന്റ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഈവന്റ്സ് ഞാൻ പറഞ്ഞു, എല്ലാ ഈവന്റ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഈവന്റ്സ് എക്കണോമിക് ഈവന്റ്സ് മാത്രം റെക്കോർഡ് ചെയ്യാം. ചില പരീക്ഷ ചോദിക്കുക, എന്താണ് എക്കണോമിക് ഈവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചേക്കും. അപ്പൊ എക്കണോമിക് ഈവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവന്റ്സ് തന്നെയാണ് എക്കണോമിക് ഈവന്റ്. സംഭവങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് ഈവന്റ്സ് തന്നെയാണ് ഈ പറഞ്ഞ എക്കണോമിക് ഈവന്റ്സും. പക്ഷേ വിച്ച് ടേക്ക് പ്ലേസ് ഇൻ എ ബിസിനസ്, അത് എവിടെ നടക്കുകയും വേണം, ഒരു ബിസിനസ്സിനകത്ത് ഇത് നടക്കുകയും വേണം. അപ്പൊ ഒരു ബിസിനസ് നടക്കുന്ന സംഭവങ്ങൾ, ഒരു ബിസിനസിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ,
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രൈക്ക് ആയാലും മറ്റു കാര്യങ്ങളായാലും സാധനങ്ങൾ വാങ്ങിക്കുന്നതായാലും അസറ്റ് മേടിക്കുന്നതായാലും വിൽക്കുന്നതായാലും ശമ്പളം കൊടുക്കുന്നതായാലും വാടക കൊടുക്കുന്നതായാലും ഏത് കാര്യങ്ങളായാലും ശരി തന്നെ. എന്താ പ്രത്യേകത? ഇതെല്ലാം ബിസിനസ് നടക്കുന്നത് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങൾ ആർ കേപ്പബിൾ ഓഫ് ബീങ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി എന്നാണ്. അതായത് ആർ കേപ്പബിൾ ഓഫ് ബീങ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി എന്നാണ്. അപ്പൊ നമുക്കത് പണത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഇത്ര രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. അതാണ് പ്രത്യേകത. അപ്പോൾ അങ്ങനെ നമുക്ക് മണിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ്? വെറും ഈവൻസ് ആണ്, അത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു ബിസിനസ്സിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കണം, അത് നമുക്ക് മണിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഈ രണ്ട് സവിശേഷതകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? നമ്മൾ എക്കണോമിക് ഈവൻസ് നമ്മൾ വിളിക്കും. ആ നടക്കുന്ന എക്കണോമിക് ഈവൻസ് എല്ലാം നമ്മൾ ബിസിനസ്സിനകത്ത് റെക്കോർഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണേ? അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ബിസിനസ് നടക്കുന്ന ഈവൻസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ ഈവൻസ് ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ സമരങ്ങള് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മറ്റേ ഇതുപോലുള്ള എന്താണ് പണത്തിൽ പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ബിസിനസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് പണത്തിൽ പറയാൻ പറ്റാതെ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. അപ്പൊ ഇതെല്ലാം നമുക്ക് ബീങ് കേപ്പബിൾ, അതിനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം, കഴിവുണ്ടായിരിക്കണം. ഇതിനുള്ള കഴിവുണ്ടായിരിക്കണം എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. നമുക്ക് പണത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ പണത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ബിസിനസ് നടക്കുന്നതുമായിട്ടുള്ള ഈവൻസിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ എക്കണോമിക് ഈവൻസ് നമ്മൾ വിളിക്കും. ഇതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഈ എക്കണോമിക് ഈവൻസിന്റെ രണ്ട് തരത്തിലാണ്. എക്സ്റ്റേണൽ ഈവൻസും ഉണ്ട്, ഇന്റേണൽ ഈവൻസും ഉണ്ട്. എക്സ്റ്റേണൽ ഈവൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്റേണൽ ഈവൻസ് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാക്കിൽ തന്നെ നമുക്കറിയാം എക്സ്റ്റേണൽ, ബാഹ്യമായ ഈവൻസ് എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ ബിസിനസ്സും വേറൊരു ബിസിനസ്സുമായിട്ടോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുമായിട്ടോ നടക്കുന്ന കാര്യങ്ങളായിരിക്കണം. അതാണ് നമ്മൾ ഈ എക്സ്റ്റേണൽ ഈവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈവൻസ് എന്ന് പറയുന്നത് എന്തിനകത്ത് ഉൾക്കൊള്ളണം? എക്സ്ചേഞ്ച് ഓഫ്, നമ്മള് വിനിമയം ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മളിപ്പോ പൈസ കൊടുക്കുക, ഒരാളെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിക്കുന്നു, ജോലി ചെയ്തിട്ട് നമുക്ക് അയാൾക്ക് പൈസ കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ബിസിനസ് ആണ് പൈസ കൊടുക്കുന്നത്. സേവനം മേടിച്ച് നമ്മുടെ ബിസിനസ് ആണ്. അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിക്കുന്നു, അപ്പൊ നമ്മൾ വേറെ കടയിൽ നിന്നാണ് സാധനം മേടിക്കുക. അപ്പൊ നമ്മുടെ ബിസിനസ്സും ആ പറയുന്ന സ്ഥാപനവുമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാപനവും വേറെ സ്ഥാപനവും തമ്മിലുള്ള രണ്ടോ അതിലധികമോ എന്റിറ്റീസ് തമ്മിലുള്ള രണ്ടോ മൂന്നോ അതിലധികമോ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഒരു എന്താണ്? ഒരു എക്സ്ചേഞ്ച് ആണ്. അതാണ് നമ്മൾ എക്സ്റ്റേണൽ ഈവൻസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്ചേഞ്ച് ഓഫ് സംതിങ് ഓഫ് വാല്യൂ ബിറ്റ്വീൻ ടു ഓർ മോർ എന്റിറ്റീസ്. അതാണ് സംതിങ് ഓഫ് വാല്യൂ, വിലയുള്ള എന്തെങ്കിലും രണ്ടോ അതിലധികമോ എന്റിറ്റീസ് തമ്മിൽ നടത്തിയാൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് എക്സ്റ്റേണൽ ഈവൻസ് എന്ന് വിളിക്കാം. ഉദാഹരണം, സെയിൽ ഓഫ് ഗുഡ്സ്, ഗുഡ്സ് വിറ്റു. നമ്മൾ വേറെ സ്ഥാപനം ഇത്ര രൂപയുടെ ഗുഡ്സ് വിറ്റെന്ന് പറയാം. അപ്പൊ നമുക്ക് പൈസ പറയാൻ പറ്റും. നമ്മുടെ സ്ഥാപനം വേറെ സ്ഥാപനം, രണ്ട് എന്റിറ്റീസ് ആയി. അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു എന്താണ്? ഒരു എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് എക്സ്റ്റേണൽ ഈവൻസ് നമുക്ക് വിളിക്കാം. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഈവൻസിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്കണോമിക് ഈവൻസ് എന്ന് പറയുന്നതിനകത്തുള്ള എക്സ്റ്റേണൽ ഈവൻസിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാറുണ്ട്. എന്താ കാര്യം? ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേറെ സ്ഥാപനത്തിൽ നിന്നുള്ള വാങ്ങൽ, വിൽപ്പന, അതുപോലെ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് എന്ത്? സർവീസ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? പണം നമ്മൾ കൈമാറി അത് സർവീസിന് വേണ്ടി കൈമാറുക. ഇതാണ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ. അപ്പൊ ഈ പറഞ്ഞേക്കുന്ന എക്സ്റ്റേണൽ ഈവൻസിനെ നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് സൂചിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഈവൻസ് ഈസ് അതർവൈസ് കാൾഡ് എന്ന് വിളിക്കും, നമ്മൾ ട്രാൻസാക്ഷൻ വിളിക്കാറുണ്ട്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഇവന്റ് എടുക്കുമ്പോൾ മിനിമം എത്ര പാർട്ടീസ് വേണം? രണ്ട് പാർട്ടീസ്. ഒന്ന് നമ്മുടെ സ്ഥാപനം, ഒന്ന് വെളിയുള്ള സ്ഥാപനം. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അങ്ങോട്ടും ഇങ്ങോട്ടും മണി നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റണം. നമുക്ക് അതിന് വാല്യൂ പറഞ്ഞ് കൈമാറ്റം ചെയ്യാൻ പറ്റണം. അങ്ങനെ രണ്ട് എന്റിറ്റീസ് തമ്മിൽ ധനപരമായ കൈമാറ്റം നടക്കുകയാണെങ്കിൽ എന്ത് വിളിക്കും? നമ്മൾ അതിനെ ട്രാൻസാക്ഷൻ അഥവാ എക്സ്റ്റേണൽ ഈവൻസ് എന്ന് വിളിക്കും. അതേസമയം എന്താണ് ഇന്റേണൽ ഈവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈവൻസ് എല്ലാം ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ബിസിനസിനകത്തായിരിക്കണം. അതാണ് പ്രത്യേകത. നമ്മുടെ ബിസിനസിനകത്ത് തന്നെ നടക്കണം. അപ്പൊ അവിടെ ഒരു പാർട്ടിയേ ഉള്ളൂ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് വിചാരിക്കാം, നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ പല ലെവൽ ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. ആ ലെവൽ ഓഫ് മാനേജ്മെന്റിന് ഓരോരുത്തർക്കും ഓരോരോ ഡ്യൂട്ടി കൊടുത്തെന്ന് വിചാരിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഒരു പർച്ചേസിംഗ് മാനേജറും അയാളുടെ കീഴിൽ കുറെ ആൾക്കാരുള്ള ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. അതിൽ നമ്മൾ വാങ്ങിച്ചാൽ സ്റ്റോർ ചെയ്യുമ്പോൾ അതിന് വേറൊരു ഡിപ്പാർട്ട്മെന്റ്, ഒരു സ്റ്റോർസ് മാനേജർ, കുറെ ആൾക്കാർ അതിൽ കാണും. അവിടെ നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ മാറ്റി വെക്കുക. അവിടെ പ്രൊഡക്ഷൻ മാനേജറും കാണും, കുറച്ച് ആൾക്കാർ കാണും. അപ്പോൾ സാധനം വാങ്ങിക്കുന്നത് എന്താണ്? ഒരു എക്സ്റ്റേണൽ ഈവന്റ് ആണ്. കാരണം നമ്മുടെ സ്ഥാപനം വേറെ സ്ഥാപനമായിട്ട് വാങ്ങിക്കുന്നു, അതുകൊണ്ട് എക്സ്റ്റേണൽ ഈവന്റ് ആണ്. അതേപോലെ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ, വാങ്ങിച്ച സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു.
അത് നമ്മൾ തമ്മിൽ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വെളിയിലുള്ള ഒരാളുമായിട്ട് ചെയ്യുന്ന കാര്യമല്ല. അത് ബിസിനസ്സിനകത്ത് തന്നെ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് ഇന്റേണൽ ഇവന്റ് എന്ന് വിളിക്കാം. അതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനം ആവശ്യാനുസരണം അല്ലെങ്കിൽ ആവശ്യാനുസരണം നമ്മൾ ആർക്ക് കൊടുക്കും? നമ്മളിവിടെ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് കൊടുക്കും. അതും എന്ത് ഇവന്റ് ആണ്? ഇന്റേണൽ ഇവന്റ് ആണ്. കാരണം അത് വെളിയിലുള്ള ഒരാളുമായിട്ട് ചെയ്യുന്ന കാര്യമല്ല. അതിന് പ്രൊഡക്ഷൻ നടത്തിയ സാധനം നമ്മൾ വെളിയിൽ കൊടുക്കുന്നു, വിൽക്കുന്നു, അതെന്ത് ഇവന്റ് ആണ്? അത് എക്സ്റ്റേണൽ ഇവന്റ് ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു യൂണിറ്റ് തന്നെ എക്സ്റ്റേണൽ ഇവന്റ്, ഇന്റേണൽ ഇവന്റ് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ എക്സ്റ്റേണൽ ഇവന്റ് നമ്മൾ റെക്കോർഡ് ചെയ്യും, ഇന്റേണൽ ഇവന്റ് നമ്മൾ പ്രത്യേക ഷീറ്റിനകത്ത് എഴുതി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് അക്കൗണ്ട് ട്രീറ്റ്മെന്റ് നമ്മൾ എഴുതി, നമ്മുടെ ഇവിടെ തൽക്കാലം നമുക്ക് എന്തില്ല, അതൊക്കെ നമ്മൾ കോസ്റ്റിംഗിൽ പഠിക്കും എന്ന് തൽക്കാലം മനസ്സിലാക്കി വെച്ചിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ. രണ്ട് തരത്തിൽപ്പെട്ട ഇവന്റ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ഇവന്റ് ഉണ്ട്, ഇന്റേണൽ ഇവന്റ് ഉണ്ട്. എക്സ്റ്റേണൽ ഇവന്റ് പറഞ്ഞാൽ നമ്മൾ വേറൊരു പാർട്ടിയുമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി വെച്ചു, ഉദാഹരണം പഠിച്ചു വെച്ചു. സെയിൽസ് നടത്തുക, പർച്ചേസ് നടത്തുക, സാലറി കൊടുക്കുക, റെന്റ് കൊടുക്കുക. അപ്പൊ പെയ്ഡ് റെന്റ്, പെയ്ഡ് സാലറി, റിസീവ്ഡ് കമ്മീഷൻ, ഇതൊക്കെ നമുക്ക് എന്തൊരു ഉദാഹരണമാണ്? എക്സ്റ്റേണൽ ഇവന്റ്സിന് ഉദാഹരണമാണ്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം എവിടെ നിന്ന്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫ്രം എവിടെ നിന്ന്? സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെ നമുക്ക് എന്ത് ഇവന്റ് തുല്യമാണ്? നമുക്ക് ഇന്റേണൽ ഇവന്റ്സ് തുല്യമാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഈ രണ്ട് ഇവന്റ്സ് പഠിച്ചെങ്കിൽ ഇതിൽ ഏത് ഇവന്റ്സ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? എക്സ്റ്റേണൽ ഇവന്റ്സ് ആണ്. ഇത് നമ്മൾ എന്താ വിളിക്കുന്നത്? വേറൊരു വാക്ക്, അതിന് വിളിക്കുന്ന വാക്കാണ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സവിശേഷത. ട്രാൻസാക്ഷൻസ് ഇവന്റ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ഒരു ഫീച്ചർ. ഇനി രണ്ടാമത്തെ പറയുന്നത് ഇത് നമ്മൾ എഴുതുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു, ഇത് നമ്മൾ എഴുതുമ്പോൾ ഇത് നമ്മൾ എവിടെ എഴുതി സൂക്ഷിക്കുന്നത്? നമ്മൾ എഴുതി സൂക്ഷിക്കുന്നത് ഒരു പുസ്തകത്തിനകത്തായിരിക്കും, കമ്പ്യൂട്ടർ ആയാലും അതൊരു പേജിനകത്തായിരിക്കും. അപ്പൊ നമ്മൾ ആ ബുക്കിനെ വിളിക്കുന്ന വാക്കാണ് ജേണൽ എന്ന് വിളിക്കുന്നത്. ജേണൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഒരു ബുക്ക് ബിസിനസിനകത്ത് ട്രാൻസാക്ഷൻ നടന്നാൽ, ഒരു സംഭവം നടന്നാൽ, ഒരു എക്കണോമിക് ഈവന്റ് നടന്നാൽ ആദ്യമായിട്ട് എടുത്ത് എഴുതുന്ന പുസ്തകത്തെ നമുക്ക് എന്ത് വിളിക്കാം? നമ്മൾ ജേണൽ. അപ്പൊ ഇതിന് പല സന്ദർഭങ്ങളിൽ ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും, ജേണൽ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ജേണലിനകത്ത് ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യും. എങ്ങനെ? ക്രോണോളജിക്കൽ ഓർഡർ റെക്കോർഡ് ചെയ്യും. ഡേറ്റ് വൈസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. നടക്കുന്ന തീയതിയിൽ ആദ്യം നടക്കുന്ന ഈവന്റ്സ് ആദ്യം റെക്കോർഡ് ചെയ്യും. അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവന്റ്സ് എവിടെ? ജേണൽ. അപ്പൊ ജേണൽ ഈസ് ദ ബുക്ക്. ജേണൽ എന്ന് പറയുന്നത് പുസ്തകമാണ്. ജേണൽ ഈസ് ദ ബുക്ക് ഓഫ് എത്രാമത്തെ എൻട്രി? ഫസ്റ്റ് എൻട്രി. ഒരു ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ നമ്മൾ ആദ്യമായിട്ട് എടുത്ത് എഴുതുന്ന പുസ്തകമാണ് എന്ന് പറയുന്നത് ജേണൽ. ആ ജേണലിനകത്ത് നമ്മൾ എഴുതുന്ന ജോലി വിളിക്കുന്ന വാക്കാണ് ജേണലൈസിംഗ്. നമ്മൾ പിന്നീട് വീണ്ടും പഠിക്കുമെങ്കിലും അതിന് വിളിക്കുന്ന വാക്കാണ് ജേണലൈസിംഗ്. അപ്പൊ ഒരു ജേണൽ എന്ന് പറഞ്ഞ ബുക്ക് എടുത്ത് അതിനകത്ത് നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയെ നമ്മൾ വിളിക്കുന്ന വാക്കാണ് ജേണലൈസ് ചെയ്യുക. എഴുതി കഴിയുമ്പോൾ അത് റെക്കോർഡായി. ഈ റെക്കോർഡിനെ വിളിക്കുന്ന വാക്കാണ് ജേണൽ എൻട്രി. എല്ലാത്തിനും ജേണൽ 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 എന്നുള്ള വാക്കുള്ളത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരാം. ജേണൽ എന്ന് പറയുന്നത് പുസ്തകം. നമ്മൾ വിളിക്കുന്നത് 100 പേജുള്ള 200 പേജുള്ള പുസ്തകം പോലെ അക്കൗണ്ട് ബുക്കുകളുണ്ട്, അത് ജേണൽ. ആ ജേണലിനകത്ത് നമ്മൾ എഴുതുന്ന പ്രവൃത്തി വിളിക്കുന്ന വാക്കാണ് ജേണലൈസ്. അപ്പൊ നിങ്ങൾ ഇരുന്നുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ അവിടുത്തെ ക്ലർക്കാണെന്ന് വിചാരിക്കുക. നിങ്ങൾ അവിടുത്തെ ക്ലർക്കാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് അതിനകത്ത് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ ഒരു പ്രത്യേക രീതി എഴുതും. അത് നമ്മളിപ്പോൾ പഠിപ്പിച്ചിട്ടില്ല. ആ രീതിയിൽ എഴുതുന്ന പ്രവൃത്തി വിളിക്കുന്ന വാക്കാണ് ജേണലൈസിംഗ്. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ദ ജേണൽ. നമ്മൾ പിന്നെ പഠിക്കുന്നതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടില്ല. അപ്പൊ നമുക്ക് ആ പറയുന്ന ബുക്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നു. അത് നമ്മൾ ജേണലൈസ് എന്ന് പറയും. പിന്നീട് ഇത് റെക്കോർഡ് ആവും. ദ റെക്കോർഡ് ഓഫ് എ ട്രാൻസാക്ഷൻ ദ ജേണൽ ഈസ് കോൾഡ് എന്ന് വിളിക്കും നമ്മൾ ജേണൽ എൻട്രി. അപ്പൊ ജേണലൈസിംഗ് എന്ന് പറയുന്നതാണ് പ്രധാനമായിട്ടും ആദ്യത്തെ ഫീച്ചർ. ക്ലിയർ ആണല്ലോ? ശരി. രണ്ടാമത് പറയുന്നത് ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ്. ഏതിനെയൊക്കെ? നേരത്തെ പറഞ്ഞ ട്രാൻസാക്ഷൻസിനെ ഈവന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്യുക, എന്നിട്ട് അതിനെ സമ്മറൈസ് ചെയ്യുക. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, സെയിൽസ് കണക്ക് ഒരു ദിവസം തന്നെ ചിലപ്പോൾ നമ്മുടെ കടയിൽ വന്ന് 100 കണക്കിന് ആൾക്കാർ സാധനം വാങ്ങിച്ചോണ്ട് പോകും. അപ്പൊ ആ മാസത്തിൽ അല്ലെങ്കിൽ ആ ദിവസം മൊത്തം എത്ര സെയിൽ നടന്നു എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അത് നമ്മൾ ഈ ആദ്യത്തെ ബുക്കിൽ നോക്കി നമ്മൾ വേറൊരു ബുക്കിനകത്ത് എഴുതി വെക്കണം. എന്തെഴുതി വെക്കണം? ഒരു അക്കൗണ്ട് പോലെ നമ്മൾ വരച്ചിട്ട് അതിനകത്ത് സെയിൽസ് മാത്രം എഴുതണം. അപ്പൊ അതിനകത്ത് വേറൊന്നും വരുന്നില്ല. സെയിൽസ് ആർക്കൊക്കെ വിറ്റു, അല്ലെങ്കിൽ പൈസക്ക് എത്ര പൈസക്ക് വിറ്റു, ഈ രണ്ട് കാര്യങ്ങളായിരിക്കും അതിനകത്ത് എഴുതുക. പൈസ കിട്ടിയ വിറ്റതുകൊണ്ട് കടത്തിൽ വിറ്റതുകൊണ്ട് രണ്ട് തരത്തിൽപ്പെട്ട ട്രാൻസാക്ഷൻ ആണ് ഉള്ളത്, ക്യാഷും ക്രെഡിറ്റും. പിന്നെ ഒന്നുള്ളത് ബാർട്ടർ, അത് നമുക്ക് ഇവിടെ റെക്കോർഡിംഗ് ഇല്ല. അപ്പൊ രണ്ട് ട്രാൻസാക്ഷനേ ഉള്ളൂ, ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ എന്താണെന്ന് മനസ്സിലായി. ക്യാഷ് ട്രാൻസാക്ഷൻ മീൻസ് ഇമ്മീഡിയറ്റ് റെസീറ്റ് ഓർ പേയ്മെന്റ് ഓഫ് ക്യാഷ് എന്നാണ്. ഉടൻ പൈസ നമുക്ക് കിട്ടുക അല്ലെങ്കിൽ പൈസ നമ്മൾ കൊടുക്കുക.
ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം കൊടുത്തു, സാലറി പെയ്ഡ് എന്ന് പറഞ്ഞാൽ സാലറി ആയിട്ട് 500 രൂപ നമ്മൾ 1000 രൂപ നമ്മൾ എണ്ണി കൊടുത്തു എന്നർത്ഥം. അപ്പൊ പൈസ നമ്മൾ ആ ബിസിനസ്സിൽ നിന്ന് വെളിയിലോട്ട് പോയി. അല്ലെങ്കിൽ റെന്റ് കൊടുത്തു, വാടക കൊടുത്തു എന്ന് പറയുമ്പോൾ വാടക എന്ന് പറയുന്ന ആ തുക നമ്മൾ നിശ്ചയിച്ചിട്ട് ആ പൈസ നമ്മൾ എടുത്ത് കൊടുക്കുകയാണ്. അപ്പൊ അവിടെ നമ്മുടെ ക്യാഷ് അങ്ങോട്ട് പോയി. അപ്പൊ ക്യാഷ് പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് പലിശ കിട്ടി, അല്ലെങ്കിൽ നമുക്ക് കമ്മീഷൻ കിട്ടി. അപ്പൊ അവിടെയൊക്കെ നമുക്ക് പൈസ കിട്ടുകയാണ്, ബിസിനസ്സിലേക്ക് പൈസ വരികയാണ്. അപ്പൊ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്നുകിൽ റെസീറ്റ് ഓഫ് ക്യാഷ് വേണം, അല്ലെങ്കിൽ പേയ്മെന്റ് ഓഫ് ക്യാഷ്. എല്ലാം രണ്ടുകൂടെ കാണില്ല. ഒന്നുകിൽ റെസീറ്റ് ഓഫ് ക്യാഷ് അല്ലെങ്കിൽ പേയ്മെന്റ് ഓഫ് ക്യാഷ്. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കും. അതേസമയം ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന അല്ലാത്ത, അല്ലെങ്കിൽ നോ ഇമ്മീഡിയറ്റ് റെസീറ്റ് ഓർ പേയ്മെന്റ് ഓഫ് ക്യാഷ്, ഉടൻ പൈസ കിട്ടുന്നില്ല, പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ റെസീറ്റ് ഓഫ് ക്യാഷ് അല്ലെങ്കിൽ പേയ്മെന്റ് ഓഫ് ക്യാഷ് എന്ന് പറയുന്നത് പോസ്റ്റ്പോൺഡ് ഫോർ എ ഫ്യൂച്ചർ ഡേറ്റ്. ഭാവിയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മേടിച്ചിട്ട് നാളെ തരാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് തരാം, അല്ലെങ്കിൽ ഒരു മാസത്തെ അവധി നമ്മൾ കൊടുത്തിരിക്കുന്നു. അപ്പൊ അത് പോസ്റ്റ്പോൺ ചെയ്ത് പുട്ട് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നു. എന്നതേ മാറ്റി വെച്ചിരിക്കുന്നു? ഫ്യൂച്ചർ ഡേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. സാധനം നമ്മളിപ്പോ കൊടുക്കും, പക്ഷെ പൈസ കിട്ടുന്നത് കുറച്ചുനാൾ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്നതിന് വിളിക്കുന്ന വാക്കാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പൊ ഈ പറഞ്ഞേക്കുന്ന ട്രാൻസാക്ഷൻസും ഈവന്റ്സും നമ്മൾ എന്ത് ചെയ്യുക? നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യും. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, ഇവിടെ ഒരു സെയിൽസ് എന്ന് മാത്രം നമ്മൾ പേജ് എന്ന് വിചാരിക്കാം, അക്കൗണ്ടൊക്കെ വരയ്ക്കുന്ന നമുക്ക് അറിയില്ല, എങ്കിലും സെയിൽസ് എന്ന് എഴുതിയിട്ട് ആ സെയിൽസിനകത്ത് ഓരോ ദിവസവും നമുക്ക് എത്ര രൂപയുടെ സെയിൽസ് ഓരോരുത്തരും നമ്മൾ നടത്തിയിട്ടുണ്ട്. എക്സിന് എത്ര കൊടുത്തു, വൈക്ക് എത്ര കൊടുത്തു, എക്ക് എത്ര കൊടുത്തു, അനുവിന് എത്ര കൊടുത്തു, ഇങ്ങനെ ഓരോരുത്തർക്കും എത്ര വീതം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം സെയിൽസ് എത്ര നമ്മളെല്ലാം കൂടെ ഒരു സ്ഥലത്ത് എഴുതിയാലേ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ട്രാൻസാക്ഷൻ നടക്കുന്നവരൊക്കെ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെടുത്ത് നോക്കിയാൽ നമുക്ക് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് സെയിൽസ് മാത്രം ഒരു സ്ഥലത്ത്, ക്യാഷ് മാത്രം വേറെ സ്ഥലത്ത്. അപ്പൊ ഒരു ക്യാഷ് അക്കൗണ്ട് വന്ന് വരച്ചിട്ട് പൈസ എത്ര കിട്ടി, ആരെന്നൊക്കെ കിട്ടി, ആർക്കെല്ലാം കൊടുത്തു, അപ്പൊ ഇതെല്ലാം നമ്മൾ ഒരു സ്ഥലത്ത് എഴുതിയേക്ക് വയ്ക്കും. അപ്പൊ അത് ക്യാഷ്. സെയിൽസ്, പർച്ചേസ്, ശമ്പളം കൊടുത്തു, സാലറിയുടെ മാത്രം ഒരു സ്ഥലത്ത് എഴുതി വയ്ക്കും. അപ്പൊ അങ്ങനെ നമ്മളെ സിമിലാരിറ്റി ഉള്ള അല്ലെങ്കിൽ ഹോമോജിനിറ്റി ഉള്ള ഐക്യരൂപ്യമുള്ള ഒരേ ടൈപ്പിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം കൂടെ എന്ത് ചെയ്യും? നമ്മൾ ഒരെണ്ണത്തിനകത്താക്കി മാറ്റും, ഒരു അക്കൗണ്ടിനകത്താക്കി മാറ്റും. നമുക്ക് ഇതിനൊക്കെ അക്കൗണ്ട് എന്ന് വിളിക്കാം. ക്യാഷ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട് ഒക്കെ നമ്മൾ വിളിക്കുക. അപ്പൊ ഈ പറഞ്ഞ ഒരെണ്ണത്തിനകത്താക്കി മാറ്റി വെക്കുകയാണ്. അതിന് വിളിക്കുന്ന വാക്കാണ് ക്ലാസിഫൈ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ചെയ്യുന്നത് സമ്മറൈസിങ്. സമ്മറൈസ് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? പൈസ എല്ലാം കൂടെ കിട്ടിയത് ഒരാളിൽ 100 രൂപ കിട്ടി, വേറെ 500 രൂപ കിട്ടി വിചാരിക്കുക. അങ്ങനെ പലതും കിട്ടിയപ്പോൾ മൊത്തം 600 രൂപ കിട്ടി, 200 രൂപ കൊടുത്തു, ബാക്കി 400 രൂപ ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന പോലെ 100, 500 രണ്ടുപേരെന്ന് കിട്ടിയപ്പോൾ 600 രൂപ കിട്ടി, 200 രൂപ ഞാൻ കൊടുത്തു, ആർക്കോ ചെലവാക്കി, ബാക്കി എത്രപ്പോ 400 രൂപ. പെട്ടെന്ന് ഈ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ എനിക്ക് അറിയാൻ പറ്റും ബാക്കി ഇരിക്കുന്നത് 400 രൂപ. അതിലാണ് നമ്മൾ സമ്മറൈസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ക്ലാസിഫൈ എന്ന് പറഞ്ഞാൽ ഒരേപോലുള്ള ക്യാഷ് മാത്രം എടുത്ത് ഇതിനകത്ത് എഴുതും, സെയിൽസ് മാത്രം എടുത്ത് വേറെ ബുക്കിൽ എഴുതും, പർച്ചേസ് മാത്രം എടുത്ത് വേറെ ബുക്കിൽ എഴുതും, സാലറി മാത്രം എടുത്ത് വേറെ ബുക്കിൽ എഴുതും. അത് ക്ലാസിഫൈ. അതിനകത്ത് നമ്മൾ സെയിൽസ് എല്ലാം കൂടെ കൂട്ടിയെടുക്കും, ആകെ സെയിൽസ്. അപ്പൊ സമ്മറി ആയി. അപ്പൊ സമ്മറൈസ് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇത് നമ്മൾ ചെയ്യുന്നത് സാധാരണഗതിയിൽ ലെഡ്ജറിനകത്താണ് ചെയ്യുന്നത്. ലെഡ്ജറിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ്, അക്കൗണ്ടുകളുടെ ഒരു കൂട്ടം. ഇപ്പൊ ഞാൻ പറഞ്ഞ ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, സെയിൽസ് അക്കൗണ്ട് ഉണ്ട്, പർച്ചേസ് അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന റെന്റ് അക്കൗണ്ട് ഉണ്ട്, ഇങ്ങനെ പല അക്കൗണ്ടുകളുണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ നമ്മൾ ഒരു ബുക്കിനകത്തോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബുക്കിനകത്ത് നമ്മൾ എഴുതുകയാണെങ്കിൽ എന്ത് വിളിക്കാം? നമുക്ക് ലെഡ്ജർ എന്ന് വിളിക്കാം. അപ്പൊ ഈ ലെഡ്ജറിൽ എഴുതുക, അതിനെന്ത് ചെയ്യുക? അവസാനം നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ സമ്മറി എടുക്കുക, ബാക്കി എത്ര. ഇതിനെ വിളിക്കുന്ന വാക്കാണ് എന്ന് പറയുന്നത് ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു ഓൺ ദ ബേസിസ് ഓഫ് ഹോമോജിനിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഹോമോജിനിറ്റിയുടെ അടിസ്ഥാനത്തിൽ, സിമിലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ഒരു ഐക്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ ക്യാഷ് മാത്രം, സെയിൽസ് മാത്രം, റെന്റ് മാത്രം, പോസ്റ്റ് ഓഫീസ് കൊടുത്ത പോസ്റ്റേജ് മാത്രം, ഇങ്ങനെ എന്താണ് ഹോമോജിനിറ്റി ഉള്ളതല്ല എന്ത് ചെയ്യുക? നമ്മള് അവരുടെ നേച്ചർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബുക്കിനകത്താക്കി വെക്കുക. ഇതിന് വിളിക്കുന്ന വാക്കാണെന്ന് പറയുന്നത് ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ്. ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ സവിശേഷത. അപ്പോ ഒന്നാമത്തെ സവിശേഷത റെക്കോർഡ് ചെയ്യുക, രണ്ടാമത് റെക്കോർഡ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറയുക? ഓരോന്നും പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടി ഐക്യരൂപ്യമുള്ളതായിരുന്നു അതേപോലുള്ള ഐറ്റങ്ങളെല്ലാം ഒരു അക്കൗണ്ടിനകത്ത് മാറ്റി വെക്കുക. ഇതിന് എന്ത് വിളിക്കാം? നമുക്ക് ലെഡ്ജർ വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്യും. ലാസ്റ്റ് പോയി നമുക്ക് ഇങ്ങനെ പറയാം, ഇന്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്. അപ്പൊ ഇങ്ങനെ എഴുതി വെച്ചു, നമ്മളിതെല്ലാം കൂടെ എഴുതി വെച്ചു. ഒരു വർഷം തീരാറായി. അപ്പൊ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ? ഒന്ന്, നമ്മൾ നടത്തുന്ന ബിസിനസ്സിന് നഷ്ടമാണോ ലാഭമാണോ?
ആര് കച്ചവടം നടത്തിയാലും അവർക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എന്തറിയണം? ഈ സ്ഥാപനം പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസിലാണോ പ്രവർത്തിക്കുന്നത് എന്നറിയണം. അപ്പൊ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്കറിയണം. അതിനുവേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നത് പ്രോഫിറ്റോ ലോസ് എന്ന് അറിയാൻ വേണ്ടി ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ വരയ്ക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ പറഞ്ഞേക്കുന്ന നഷ്ടം അല്ലെങ്കിൽ ലാഭം എത്രയാണെന്ന് അറിയാൻ പറ്റും. അപ്പൊ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. പിന്നെ അറിയേണ്ട കാര്യം എന്താണ്? ഈ ബിസിനസ്സിൽ എന്തുമാത്രം സ്വത്തുണ്ട്, അതായത് ഏതെല്ലാം രീതിയിൽ നമ്മുടെ നിക്ഷേപമുണ്ട്, ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫണ്ട്, നമുക്കുള്ള ഫണ്ട് എവിടെയെല്ലാം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് കുറെ ഫണ്ട് ഉണ്ടായിരുന്നു, കുറെ മെഷീൻ മേടിച്ചിട്ടുണ്ട്, കുറെ ബിൽഡിംഗ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്, കുറെ പൈസ ബാങ്കിൽ കിടപ്പുണ്ട്, കുറച്ച് ക്യാഷ് ആയിട്ട് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ കുറച്ച് എന്താണ് ഫർണിച്ചറായിട്ട് കിടപ്പുണ്ട്. ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് കിട്ടിയ സോഴ്സിനെ അല്ലെങ്കിൽ ഫണ്ടിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പറയും. അത് ഞാൻ വിളിക്കുന്ന എളുപ്പവാക്കാണ് അസറ്റ്. അപ്പൊ അസറ്റ് എന്തെല്ലാം ഉണ്ട്, ഏതെല്ലാം സ്വത്തുക്കളുണ്ട്, ഈ അസറ്റുകൾ വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ നിന്നെല്ലാം പണം കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെയാണ് എന്റെ സോഴ്സ്. അതായത് ഈ പറഞ്ഞ പൈസക്ക് നമ്മൾ ഒരു പക്ഷേ ഇത് മതിയാക്കിയാൽ ഇത് വിറ്റിട്ട് ആർക്കൊക്കെ കൊടുക്കണം, അതിനെ നമുക്ക് ലയബിലിറ്റി എന്ന് വിളിക്കാം, ബാധ്യത. അപ്പൊ ഒരു ബിസിനസിന്റെ അസറ്റും ലയബിലിറ്റിയും നമ്മൾ എഴുതി വെക്കുന്നു, രണ്ട് സൈഡിലായിട്ട് എഴുതി വെക്കുന്നു. അങ്ങനെ എഴുതി വെക്കുമ്പോൾ ഒരാൾക്ക് അറിയാവുന്ന ഒരാൾക്ക് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ സ്ഥാപനത്തിൽ ഇത്രയും രൂപയുടെ സ്വത്തുണ്ട്, ഇത്രയും രൂപയുടെ ബാധ്യതയുണ്ട്. അപ്പൊ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, അതാണ് പറയുന്ന വാക്ക്, ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക നില നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും അറിഞ്ഞുകൊണ്ടുള്ള ഗുണം, ഈ പറയുന്ന ലാഭം അറിഞ്ഞാലും ഈ പറയുന്ന സാമ്പത്തിക സ്ഥിതി അറിഞ്ഞാലുള്ള ഗുണം എന്താ? ഇപ്പൊ ഒരു ഇൻവെസ്റ്റർ വരുന്നു, ഒരു നിക്ഷേപിക്കാനുള്ള ഒരാൾ വരുന്നു, സാമ്പത്തികമായിട്ട് നമുക്ക് ബിസിനസ്സിൽ പൈസ ഇടാൻ ഒരാൾ വരുന്നു. അയാൾക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം. ഇവിടെ നമ്മുടെ ബിസിനസ് കൊണ്ട് പൈസ ഇട്ടാൽ അയാൾ കൃത്യമായിട്ട് റിട്ടേൺ കിട്ടുമെന്ന് അറിയണം, പലിശ കിട്ടുമെന്ന് അറിയണം. രണ്ട്, പലിശ കിട്ടും, ഒരാൾ എഴുപത് സ്ഥാപനം പൊളിഞ്ഞു പോകുമെന്ന് അറിയണം. ഉദാഹരണം വിചാരിക്കാൻ നമ്മുടെ കുറെ ബാധ്യതയുണ്ട്, നമ്മുടെ കയ്യിൽ കുറെ ബാധ്യത, ഉടമസ്ഥൻ കൊണ്ടുവന്ന കുറെ പൈസയുണ്ട്, കടമേടിച്ച പൈസയുണ്ട്. ഇരിക്കുന്ന സ്വത്തൊന്നും വിറ്റാൽ നമുക്ക് വേണ്ടത്ര പൈസ കിട്ടത്തുമില്ല. ഉദാഹരണം ഫർണിച്ചറൊക്കെ മേടിച്ചപ്പോൾ 5 ലക്ഷം രൂപയുടെ ഫർണിച്ചർ മേടിച്ചു, ഇപ്പോൾ അതിന്റെ ഉളുത്ത് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ കൂടി പേര് 50,000, പക്ഷെ ബുക്കിൽ കാണിക്കുന്നത് 5 ലക്ഷം രൂപ. അപ്പൊ നമുക്ക് തന്നെ അറിയാം 5 ലക്ഷം രൂപയുടെ സാധനം കിട്ടിയാൽ 50,000 രൂപ കിട്ടും. ഈ 50,000 രൂപ അവർക്ക് കൊടുക്കാനും പറ്റില്ല, തീരൂല, കടമാണല്ലോ, അവർ കൊടുത്തേ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുമോ ഇൻവെസ്റ്റർക്കോ ഒരു ലെൻഡർക്കോ പണം കടം തരുന്ന ആക്കോ എന്ത് ചെയ്യാൻ പറ്റൂ? ഈ സ്ഥാപനത്തിൽ പൈസ നിക്ഷേപിച്ചാൽ തിരിച്ചു കിട്ടുമോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ അവർക്ക് അതിൽ നിന്ന് ഒരു ഇന്റർപ്രിട്ടേഷൻ കിട്ടണം, ഒരു നിഗമനത്തിലെത്തണം. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് പൈസ തിരിച്ചു കിട്ടുമോ, ഇവരുടെ ലിക്വിഡിറ്റി പൊസിഷൻ എന്താണ്, സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നമുക്ക് അറിയാം. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് റിസർച്ച് എന്നാണ്. അപ്പൊ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്ത് ലെഡ്ജറിൽ എഴുതി, അതിന് നമ്മുടെ ട്രയൽ ബാലൻസ് കൂടെ ഐറ്റം ഉണ്ട്, 2 വർഷം നമ്മൾ എഴുതിയൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എഴുതി നോക്കും. അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ കൂടുതൽ മനസ്സിലായില്ല, അവിടെ എഴുതി നോക്കിയിട്ട് അത് വെച്ചുകൊണ്ട് നമ്മൾ നഷ്ടവും ലാഭവും കണ്ടുപിടിക്കും. അത് നമ്മളൊരു P&L അക്കൗണ്ട് വരയ്ക്കും. ഏതൊരു ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതി അറിയാൻ വേണ്ടി നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ വരയ്ക്കും. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് വരയ്ക്കും? നമ്മളൊരു ബാലൻസ് ഷീറ്റ് വരയ്ക്കും. ഈ വരയ്ക്കുന്ന ബാലൻസ് ഷീറ്റും ഈ വരച്ചിരിക്കുന്ന P&L അക്കൗണ്ടും നമ്മൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കും. ആരൊക്കെയാണ് ഈ ആവശ്യമുള്ള ആൾക്കാർ? ഞാൻ ഈ പറഞ്ഞ ലെൻഡേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അവിടെയുള്ള എംപ്ലോയീസ്. അവർക്കറിയണം എത്ര ബോണസ് കിട്ടും, ശമ്പളം കൃത്യമായിട്ട് കിട്ടുമോ, അതൊക്കെ അവർക്കറിയണം. അപ്പൊ എംപ്ലോയീസിന് അറിയണം, സർക്കാരിന് അറിയണം, ടാക്സ് കിട്ടുന്നുണ്ട്, അവർ ടാക്സ് വെട്ടിക്കുന്നുണ്ട്, അവർക്കറിയണം. അപ്പോൾ ടാക്സ്, അതുപോലെ എന്താണ് അവിടെ കസ്റ്റമേഴ്സിന് അറിയണം, ഇവർ നമ്മളെ കൊള്ളയടിച്ച് ലാഭം ഉണ്ടാക്കുകയാണോ, അവർ സർവീസ് കറക്റ്റ് ആണോ, എന്താണ് കൺസ്യൂമേഴ്സിന് അറിയണം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും നമ്മൾ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കും. അതെങ്ങനെ കൊടുക്കുക? നമ്മൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ പത്രത്തിലൂടെയോ അല്ലാതെയോ നമ്മൾ പരസ്യം ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താറുണ്ട്. കമ്പനീസ് ഒക്കെ ആണെങ്കിൽ, ഇല്ലാത്തവർക്ക് വന്ന് നോക്കാം. ഇതാണ് കണക്ക്. അപ്പൊ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യുക, നിഗമനത്തിലെത്തുക, നഷ്ടമാണോ ലാഭമാണോ, സ്വത്ത് എത്ര, ബാധ്യത എത്ര, ഇത് 2 മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? 2 പേർക്കാണ് പ്രധാനമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. 2 യൂസേഴ്സിനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഇന്റേണൽ യൂസേഴ്സും ഉണ്ട്, 2 എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. ആരാണ് ഈ ഇന്റേണൽ യൂസർ? ബിസിനസ്സിനകത്ത് തന്നെയുള്ള ആൾക്കാർ, അതായത് മാനേജ്മെന്റ് അറിയണം, എംപ്ലോയീസിനൊക്കെ അറിയണം. ഇതൊക്കെ നമുക്ക് ഇന്റേണൽ യൂസർ എന്ന് വിളിക്കാം. ഇൻവെസ്റ്റർ, ലെൻഡർ, ഗവൺമെന്റ് അല്ലെങ്കിൽ കൺസ്യൂമർ, ഇവർക്കാരാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാർ, വെളിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ ആവശ്യമുള്ള ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യാൻ കൊടുക്കുക. ഇതാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ അത്രയേ ഉള്ളൂ. റിവീലിംഗ് ദ പൊസിഷൻ ഓഫ് ബിസിനസ്, ബിസിനസിന്റെ പൊസിഷൻ റിവീൽ ചെയ്യുക, വെളിപ്പെടുത്തുക. നമ്മുടെ ബിസിനസിന്റെ പൊസിഷൻ എന്താണെന്ന് എന്ത് ചെയ്യുക, വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നില എന്താണ്, സ്വത്ത് എത്ര, ബാധ്യത എത്ര, നഷ്ടമാണോ ലാഭമാണോ എന്നുള്ള കാര്യം റിവീൽ ചെയ്യുക, അത് നമ്മൾ എന്ത് ചെയ്യുക, വെളിപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പറേഷണൽ സ്റ്റാറ്റസ്, ബിസിനസിന്റെ സ്റ്റാറ്റസ് എന്താണ്, ഇന്നത്തെ കണ്ടീഷൻ എന്താണ്, ഇത് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഈ പറയുന്ന കാര്യം. അപ്പൊ ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിനെ നമുക്ക് മൂന്നായിട്ട് തിരിച്ചു പറയും. വളരെ എളുപ്പത്തിൽ നമുക്ക് 3 പോയിന്റ്സ് ആണ് ഉള്ളത്. റെക്കോർഡിംഗ് ഓഫ്, ഏതൊക്കെ റെക്കോർഡ് ചെയ്യും, നമ്മൾ ട്രാൻസാക്ഷൻസ് ഇവന്റ്സ് റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യും. അത് മാത്രമല്ല എന്തുകൂടെ ചെയ്യും, നമ്മൾ സമ്മറൈസ് ചെയ്യും. അപ്പൊ ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഏതിനൊക്കെ, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്. അതിന് നമ്മൾ എന്തിലെത്തും, ഒരു ഇന്റർപ്രിട്ടേഷൻ നമ്മളെത്തും. എന്നിട്ട് അത് ആർക്ക് കൊടുക്കും, നമ്മൾ കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ് ടു ദ യൂസേഴ്സ് നമ്മൾ കൊടുക്കും. ഈ 3 പോയിന്റ്സ് ആണുള്ളത്. അതിന്റെ കൂട്ടത്തിൽ ജേണൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ലെഡ്ജർ എന്ന് പറഞ്ഞ വാക്ക് എന്താണ് ഞാൻ സൂചിപ്പിച്ചത്. എന്താണ് ജേണൽ? ഈ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആദ്യമായിട്ട് എഴുതുന്ന പുസ്തകം ജേണൽ. അത് നോക്കി രണ്ടാമത് ഒരേപോലുള്ള ഐറ്റങ്ങൾ മാത്രം എടുത്തിരുന്നത് ലെഡ്ജർ. ഇത് രണ്ടും നോക്കിയാണ് നമ്മൾ എന്ത് തയ്യാറാക്കുക, പി ആൻഡ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുക. ഇതാണ് എല്ലാ സ്ഥാപനങ്ങളുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി എന്താണ് ഓബ്ജക്റ്റീവ്സ്? ഓബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ്. ഏതാണ്? പ്രൊവൈഡിങ് ഇൻഫർമേഷൻ. എങ്ങനെയുള്ള ഇൻഫർമേഷൻ? റൈറ്റ് ഇൻഫർമേഷൻ. ശരിയായ വിവരങ്ങളെ കൊടുക്കാവൂ, തെറ്റായ ഒരു വിവരം കൊടുക്കാൻ പാടില്ല. പ്രൊവൈഡ് റൈറ്റ് ഇൻഫർമേഷൻ ടു ഫെസിലിറ്റേറ്റ് ബിസിനസ് ഡിസിഷൻ. കാരണം ഒരു ബിസിനസിനെ പറ്റി ഒരു തീരുമാനം എടുക്കണം. ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണോ വേണ്ടേ, അല്ലെങ്കിൽ അടുത്തൊരു കാര്യം നമുക്ക് വാങ്ങിക്കണോ വേണ്ടേ, അല്ലെങ്കിൽ ലാഭം കൂട്ടാൻ വേണ്ടി എംപ്ലോയീസിനെ കുറയ്ക്കണോ വേണ്ടേ. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ റൈറ്റ് ആയിരിക്കണം. തെറ്റായ വിവരം കൊടുത്താൽ തെറ്റായ നിഗമനത്തിൽ എത്തിച്ചേരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ശരിയായ ഒരു ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ള ആദ്യ ഒരു സെന്റൻസ് പറയുന്നത്. പ്രൊവൈഡിങ് റൈറ്റ് ഇൻഫർമേഷൻ. ശരിയായ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുക. എന്തിനു വേണ്ടിയാണ്? നമ്മൾ ടു ഫെസിലിറ്റേറ്റ് ബിസിനസ് ഡിസിഷൻ. ബിസിനസിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി കൃത്യമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പറഞ്ഞ കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുക. അത് റൈറ്റ് ടൈമിൽ കൊടുക്കണമെന്ന് പറയാറുണ്ട്. കൃത്യമായ സമയത്ത് തന്നെ കൊടുക്കുകയും വേണം. എന്തെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ല. ഇനി പോയിന്റ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്നിങ്ങനെ പറയാം. നമ്മളിപ്പോ പറഞ്ഞ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്താണ്? ഒന്ന്, ഫെസിലിറ്റേറ്റ് മെയിൻ്റെനൻസ് ഓഫ് ബിസിനസ് റെക്കോർഡുകൾ നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. ഏതൊക്കെയാണ് റെക്കോർഡുകൾ ഞാൻ പറഞ്ഞവിടെ? ജേണല്, ലെഡ്ജർ, പി ആൻഡ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ഇങ്ങനെ കുറെ റെക്കോർഡുകളുണ്ട് അവിടെ. ഒരു ജേണൽ എന്ന് പറയുന്നത് തന്നെ പല അങ്ങോട്ടങ്ങോട്ട് പഠിക്കുമ്പോൾ നമ്മുടെ ജേണലിനൊക്കെ പലതുമായിട്ട് നമ്മൾ തരംതിരിക്കും. അപ്പൊ അതിലേക്ക് നമ്മൾ തരംതിരിച്ച് പറയുമ്പോഴും പേടിക്കാനൊന്നുമില്ല. നമുക്ക് ഒരു ബിസിനസ് നടക്കുന്ന ആ ട്രാൻസാക്ഷൻ ആദ്യമായിട്ട് എടുത്ത പുസ്തകം അത് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ അതിൽ നോക്കി രണ്ടാമത് എടുത്ത പുസ്തകം അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളവിടെ പറയുക. 2, അസർട്ടൈൻ എന്ന് കണ്ടുപിടിക്കുക. നമ്മുടെ അസർട്ടൈൻ ദ മീൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ലാഭം എത്ര, നഷ്ടം എത്ര. ഞാൻ പറയും, ഒരു ബിസിനസ് നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതിന്റെ ലാഭവും നഷ്ടവും. അത് അവരെന്താ ചെയ്യുന്നത്? പി ആൻഡ് അക്കൗണ്ട് വരച്ച് നഷ്ടവും ലാഭം കണ്ടുപിടിക്കും. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇൻകം കൂടുതൽ, വരവ് കൂടുതലും ചെലവ് കുറവാണെങ്കിൽ എന്ത് വിളിക്കുമ്പോൾ അതിനെ പ്രോഫിറ്റ് എന്ന് വിളിക്കും. വരവ് കൂടുതൽ ചെലവ് കുറവ്, അല്ലെങ്കിൽ ചെലവ് കൂടി വരവ് കുറഞ്ഞാലോ നഷ്ടം എന്ന് വിളിക്കും. അപ്പൊ ലാഭവും നഷ്ടവും നമ്മൾ കണക്കാക്കി എടുക്കുന്നു. അവിടെ 2 കാര്യങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. ബിസിനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും അതിൽ ചെലവും വരവും മാത്രം എടുത്തു വെച്ച് നമ്മുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മൾ അസർട്ടൈൻ ചെയ്യും. ഇതാണ് 2ാമത്തെ പോയിന്റ്. 3ാമത്തെ പോയിന്റ് നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റും? ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക നില. അതിനോട് എന്താ ചെയ്യുക? ബാലൻസ് ഷീറ്റ് വരയ്ക്കും. ഒരു സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റ് അവിടെ പറയുമ്പോൾ സോഴ്സസ് ഓഫ് ഫണ്ട് ഏതാണ്, ആ സോഴ്സിൽ നമ്മൾ ഏതെല്ലാം സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്, അപ്ലൈ ചെയ്ത് ആ ഫണ്ട് നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കി എടുക്കുക. ലാസ്റ്റ് പോയിന്റ് എന്താണ്? പ്രൊവൈഡിങ്. എന്താണ്? പ്രൊവൈഡിങ് ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ടു യൂസേഴ്സ്. ആവശ്യമുള്ള യൂസേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുക, കൈമാറുക. എങ്കിലേ അവർക്ക് കൃത്യമായ തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിൽ നമുക്ക് ലാഭം കണ്ടുപിടിക്കണം. ആ ലാഭം മാത്രമല്ല, എന്തുകൊണ്ട് കണ്ടുപിടിക്കണം? നമുക്ക് സാമ്പത്തിക നില അറിയണം, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. എന്നിട്ട് ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, ഏതൊക്കെ 2 കാര്യങ്ങൾ? ഈ പറയുന്ന പി ആൻഡ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും യൂസേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ 4 ലക്ഷ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പ്രധാനമായിട്ടും ഈ പറയുന്ന അക്കൗണ്ടിങ്ങിന്റെ എഴുതി സൂക്ഷിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ 4. അപ്പൊ ഞാൻ ഈ പറഞ്ഞത്രേ ഉള്ളൂ. ഫീച്ചേഴ്സ് 3 പറഞ്ഞു, ഓബ്ജക്റ്റീവ്സ് 4 പറഞ്ഞു. 4 ഓബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞേക്കാം.
എന്താണ്? ഒന്ന്, ഫെസിലിറ്റേറ്റ് മെയിൻറ്റെനൻസ് ഓഫ് ബിസിനസ് റെക്കോർഡ്സ്. ബിസിനസ് റെക്കോർഡ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത് എന്ത് പിടിക്കുക? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്ര നമ്മൾ എന്ത് ചെയ്യുക? അസർട്ടൈൻ ചെയ്തെടുക്കുക. അടുത്തത് അസർട്ടൈൻമെന്റ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ. എന്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക? നമ്മള് ഫിനാൻഷ്യൽ പൊസിഷൻ എത്രയാണെന്ന് മനസ്സിലാക്കി എടുക്കുക. അടുത്തത് എന്താണ്? ഇത് ആവശ്യമുള്ള യൂസേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ആ ഒബ്ജക്റ്റീവ്സ് മനസ്സിലാക്കി എടുക്കുക.